ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് തൂങ്ങി മരിച്ചത്. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയതായി ആക്ഷേപം. കർണങ്കോട് ബസാർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഭീതി പരത്തി കൊമ്പൻ കബാലി. മലക്കപ്പാറ റൂട്ടിൽ തുടർച്ചയായി ഗതാഗതം തടസ്സപ്പെടുന്നു. പ്രാദേശിക ഭരണ കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പിന്തുണ നൽകണമെന്നും സ്പീക്കർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരും. പീച്ചി ഡാം നാളെ തുറക്കും. കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു. വാർത്തകൾ വിശദമായി. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് തൂങ്ങി മരിച്ചു. മാനസിക സമ്മർദ്ദത്താലാണ് മരണമെന്ന് ആരോപിച്ച് വീട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തുവന്നു. ചെമ്പൻകുന്ന് വടക്കേക്കര വീട്ടിൽ ജോർജിന്റെ മകൻ 41 വയസ്സുള്ള ലിൻഡോ ജോർജാണ് ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. 2 ആഴ്ച മുൻപ് കുറ്റിച്ചിറയിലുണ്ടായ സംഘർഷത്തിലെ പ്രതിയെ പിടികൂടുന്നതിന്റെ ഭാഗമായാണ് ലിൻഡോയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 13-നായിരുന്നു സംഭവം. കുറ്റിച്ചിറയിൽ വടിവാളുകൊണ്ട് മറ്റൊരു യുവാവിനെ വെട്ടിയ കേസിലെ പ്രതി ലിൻഡോയുടെ സുഹൃത്ത് ഡെയ്സൺ എന്നയാളാണ് പോലീസ് പറഞ്ഞു. ഡെയ്സൺ ഒളിവിൽ പോയതിനെ തുടർന്നാണ് സുഹൃത്തായ ലിൻഡോയെ കസ്റ്റഡിയിലെടുത്തത്. ഡെയ്സനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ലിൻഡോയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസിനെതിരെ രംഗത്തുവന്നു. ബുധനാഴ്ച രാവിലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ പരിസരവാസികളും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു. ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്യാനിടയായത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലമാണെന്ന് പരാതി. ഗുരുവായൂർ നഗരസഭയുടെ മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടം നടത്തുന്ന കർണങ്കോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുത്തു എന്ന് വിളിക്കുന്ന മുസ്തഫയെയാണ് കഴിഞ്ഞ 10-ന് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരൻ ഹക്കീമാണ് ഇത് സംബന്ധിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. 1.5 വർഷം മുൻപാണ് നെന്മിനി തൈവളപ്പിൽ പ്രജിലേഷ്, ചൊവ്വല്ലൂർപ്പടി സ്വദേശി വിവേക് എന്നിവരിൽ നിന്ന് 6 ലക്ഷം രൂപ വീതം പലിശക്കെടുത്തതായി പരാതിയിൽ പറയുന്നത്. 20% പലിശ നിരക്കിൽ 50 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാം എന്ന ധാരണയിലാണ് പണം വാങ്ങിയതെന്ന് വീട്ടുകാരും പറയുന്നു. പലിശ മുടങ്ങുമ്പോൾ ഇവർ വീട്ടിലും കടയിലും എത്തി കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹോദരൻ ഹക്കീം പറഞ്ഞു. സുഖമില്ലാതെ മുസ്തഫയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാറിൽ കയറ്റി മർദ്ദിച്ചു. വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ മർദ്ദിച്ചു. മുസ്തഫയുടെ പേരിൽ ഉണ്ടായിരുന്ന 3.5 സെന്റ് സ്ഥലം പലിശക്കാർ എഴുതി വാങ്ങി. 6 ലക്ഷം രൂപ വാങ്ങിയതിന് മുതലും പലിശയുമായി 40 ലക്ഷം രൂപയോളം നൽകിയെന്നും തുടർന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. കൊടും പലിശക്കാരുടെ ഭീഷണിയും കാരണമാണ് എന്തൊക്കെ മരണപ്പെട്ടത്. അതിനുള്ള 40 ലക്ഷം രൂപ 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രം പലിശ കൊടുക്കുന്നുണ്ട്. ഈ മരണപ്പെടുന്ന 2 ദിവസം മുന്നേ കാറിലടക്കം കയറ്റി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏട്ടന്റെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ചിട്ട് അടക്കം മർദ്ദിക്കുകയുണ്ടായി. അതുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒറ്റ കാരണത്താലാണ് എന്തൊക്കെ മരണപ്പെട്ടുള്ളത്. മരണമൊഴിയിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും ഗുരുവായൂർ SP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. കൊമ്പൻ കബാലിയുടെ മതപ്പാടിൽ മലക്കപ്പാറയിലെ വിനോദസഞ്ചാര പെരുമയുടെ മേൽ ഭീതിയുടെ നിഴൽ പരത്തുന്നു. കാട്ടാന മണിക്കൂറുകളോളം നടുറോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുന്നതോടെ അക്ഷരാർത്ഥത്തിൽ കിഴക്കൻ മേഖല സ്തംഭിക്കുകയാണ്. ഒപ്പം ആദിവാസി സമൂഹം അടക്കമുള്ള പാവപ്പെട്ടവരുടെ ദൈനംദിന ജീവിതവും.
കേരളത്തിന് അകത്തും പുറത്തും നിന്നുമായി മലക്കപ്പാറയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതിരപ്പിള്ളിയും വാഴച്ചാലും കണ്ട ശേഷം മലക്കപ്പാറ വാൽപ്പാറ വഴി പോകുന്ന നിരവധി സംഘങ്ങളും ഇപ്പോൾ സജീവമാണ്. ടൂറിസം വകുപ്പിന് ഇതുമൂലമുണ്ടാകുന്ന നേട്ടം ചില്ലറയല്ല. പരിയാരം മുതൽ അതിരപ്പിള്ളി വരെയുള്ള റിസോർട്ടുകാർക്കും വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് അനുഗ്രഹമാണ്. പ്രാദേശിക കച്ചവടക്കാരുടെ ജീവിതോപാധി കൂടിയാണ് അതിരപ്പിള്ളി മലക്കപ്പാറ പ്രകൃതി സൗന്ദര്യം. പക്ഷേ ഇതെല്ലാം കാട്ടാനകൾ തകർക്കുന്ന കാഴ്ചയാണ് ഏതാനും വർഷമായി കാനനപാതകളിൽ കാണുന്നത്. നാട്ടുകാരുടെ കൃഷിയിടത്തിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന ആനകൾ റോഡരികിൽ നിലയുറപ്പിക്കുമ്പോൾ യൂട്യൂബർമാർ ചുറ്റും കൂടുന്നതും അതിരപ്പിള്ളിയിലെ പൊതുജീവിതത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഇതിനിടെ ആനകൾ അക്രമാസക്തരാകുന്നു. ഇപ്പോൾ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന മേഖലയിൽ കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എപ്പോൾ വേണമെങ്കിലും ഗണപതി തിരിച്ചെത്തും. ഇപ്പോൾ കബാലിയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വന്യജീവി സംരക്ഷണം മാത്രം നോക്കുമ്പോൾ അതിരപ്പിള്ളി പഞ്ചായത്തിലെ മൊത്തം ജീവിതം കാടിന് സമാനമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി 5-ാം ദിവസവും ഗതാഗതം തടയുന്ന കബാലിയുടെ പരാക്രമണം മൂലം ഗതാഗത നിയന്ത്രണം കൊണ്ടുവരാൻ വനം വകുപ്പ് ആലോചിക്കുകയാണ്. ഈ നീക്കങ്ങളെല്ലാം ബാധിക്കുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. ആനഭീഷണിയുടെ കുപ്രസിദ്ധിയിൽ ആളുകൾ മുഖം തിരിച്ചാൽ അത് വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാകും. KSRTC നടത്തിക്കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് ടൂറിസവും തടസ്സപ്പെടും. കബാലി അടക്കമുള്ള അതിരപ്പിള്ളിയിലെ ആനഭീഷണി തടയണമെന്നാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, ചാലക്കുടി. പ്രാദേശിക ഭരണകേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരോട് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പിന്തുണ നൽകണം. വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ വലിയ സഹകരണമുണ്ടായാൽ മാത്രമേ നാട്ടിൽ പുരോഗതി ഉണ്ടാകുകയുള്ളൂ. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണമാണെന്നും മാലിന്യമുക്ത ക്യാമ്പയിനിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ അടിവരയിട്ട് പറയുന്നത്, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസ്. ജനസേവകന്മാരാണ് നമ്മൾ ഓരോരുത്തരും. വികസനത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് യോജിപ്പിലൂടെ മുന്നോട്ട് പോയ നാട് മാത്രമേ വികസിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ യോജിച്ചു പോകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ളതാണ്. തെരുവ് നായ നല്ലോണം കടിക്കും, തിന്നും. മനുഷ്യനേക്കാൾ നല്ല ഇറച്ചി മീനും കിട്ടും നായിക്കാണ്. അത് കിട്ടാതിരിക്കും, മനുഷ്യനെ കടിക്കാൻ വരും. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനം മാലിന്യം പൊതുവഴി തള്ളുന്നവർക്കെതിരെ കർക്കശമായ നിലപാടാണ്. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UK മണി, TK ദേവസി, K ശാരദാമ്മ, AK കണ്ണൻ, സിജി ജോൺ, മീന സലമോൻ എന്നിവരെയും മുൻ പഞ്ചായത്ത് മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ MP K രാധാകൃഷ്ണൻ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഭീസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. TCV എരുമപ്പെട്ടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം നാളെ രാവിലെ 9 മുതൽ തുറക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വെള്ളം തുറന്നുവിടുന്നതെന്ന് പീച്ചി ഹെഡ് വർക്ക് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. KSEB ചെറുകിട വൈദ്യുതി ഉൽപാദന നിലയം വഴിയും റിവേഴ്സ് ലൂയിസ് വഴിയുമാണ് വെള്ളം തുറന്നുവിടുന്നത്. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
കല്ലൂർ ആലേങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു. ആലേങ്ങാട് കൈപ്പിള്ളി വേലായുധന്റെ കിണറാണ് ഇടിഞ്ഞത്. വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞതോടെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരുകൾക്ക് വിള്ളലുണ്ടായ നിലയിലാണ്. വീടിന്റെ തറയ്ക്കും നാശനഷ്ടം സംഭവിച്ചു. കിണറിന്റെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ UDF നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് സീറ്റ് ധാരണയായി. ആകെയുള്ള 46 വാർഡുകളിൽ പുല്ലൂറ്റ് വില്ലേജിലെ വിയത്തുകുളം, നീലക്കമ്പാറ വാർഡുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. മറ്റുള്ള 14 വാർഡുകളിൽ മറ്റു ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയമുറപ്പിച്ചിരുന്ന തൈവെപ്പ് വാർഡ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് BJP പിടിച്ചെടുത്തു. വിയത്തുകുളം വാർഡിലും സൗഹൃദ മത്സരം മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കി. കോൺഗ്രസിലെയും ലീഗിലെയും ചില നേതാക്കളുടെ കടുംപിടുത്തമാണ് മുന്നണി ധാരണ തകിടം മറിച്ചത്. ഇത്തവണ നേരത്തെ സീറ്റ് വിഭജനം നടത്തിയതോടെ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. മാള വലിയ പറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം. ഷട്ടർ താഴിട്ട് പൂട്ടുന്ന കുറ്റി തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 1.5 പവന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. ആലത്തൂർ സ്വദേശി പഷ്ണത്ത് രവീന്ദ്രന്റെ നവരത്നം ജ്വല്ലറി വർക്കേഴ്സിലാണ് മോഷണം നടന്നത്. മാള SI PM റഷീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. സമീപത്തെ കടയുടെ സമീപത്തു നിന്ന് ഫ്ലക്സ് ബോർഡ് എടുത്തുകൊണ്ടുവന്ന് മറവച്ചാണ് ഷട്ടർ തകർത്തിട്ടുള്ളത്. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ നീക്കം ചെയ്താണ് മോഷണം നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 2:00-ഓടെയാണ് സംഭവം. മോഷ്ടാവ് വരുന്നതും ബോർഡ് മറവയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിൽ ആദ്യ ദൃശ്യങ്ങൾ പതിഞ്ഞപ്പോൾ ലഭിച്ച ശബ്ദം കേട്ടാണ് രവീന്ദ്രനും മകനും എത്തിയത്. സമീപത്തെ മറ്റൊരു കടയുടെ മുൻപിൽ ഉണ്ടായിരുന്ന ടെലിഫോൺ സ്റ്റാൻഡ് ഇളക്കിക്കൊണ്ടുപോയതായും കണ്ടെത്തിയിട്ടുണ്ട്. കുന്നംകുളം പുതുശ്ശേരി പഞ്ചായത്ത് കുളത്തിൽ വീണ യുവാവ് മുങ്ങിമരിച്ചു. ചൂണ്ടൽ സ്വദേശി കുമ്പളപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള കുട്ടനാണ് മരിച്ചത്. കുളത്തിൽ വസ്ത്രം കഴുകാനെത്തിയ യുവാവ് കുളത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവം കണ്ട് ബൈക്കിൽ പോവുകയായിരുന്ന 2 യുവാക്കൾ കുളത്തിലിറങ്ങി യുവാവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. പമ്പയിലെത്തി കെട്ടുനിറച്ചാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത്. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത്. നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റ് ചെയ്ത് ഹെലിപാഡിൽ താഴ്ന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി ഹെലികോപ്റ്റർ തള്ളിമാറ്റി. ഇന്നലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത്. രാഷ്ട്രപതി എത്തുന്ന ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് പിന്നീട് പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു. കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖയുടെ നേതൃത്വത്തിൽ നാറാണത്തു പ്രാന്തൻ കവിതയുടെ 40 പ്രൊഫസർ V. മധുസൂദനൻ നായരുമൊത്ത് ഒരു പകൽ നീളുന്ന കാവ്യസംവാദം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന കാവ്യസംവാദം പ്രൊഫസർ KV. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, കവി ഡോക്ടർ C. രാവുണ്ണി, NS. സുമേഷ് കുമാർ, ശ്രീജ വിധു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാറാണത്തു പ്രാന്തൻ കവിത എഴുതിയ പ്രൊഫസർ V. മധുസൂദനൻ നായരുമായി കാവ്യസംവാദവും നടന്നു. ചടങ്ങിൽ കവികളും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പങ്കെടുത്തു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന് മുക്കാട്ടുകരയിൽ വിവിധ വിദ്യാലയങ്ങളിൽ തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 4600-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂൾ, സെന്റ് ജോർജ് LP സ്കൂൾ, സെന്റ് ജോർജ് UP സ്കൂൾ, ബദ്ലഹേം ഹൈസ്കൂൾ, ബദ്ലഹേം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ 16 വേദികളിലായി 90 ഇനങ്ങളിൽ വിവിധ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കുന്നത്.
ബദ്ലഹേം ഹൈസ്കൂളാണ് പ്രധാന മത്സരവേദി. ആദ്യ ദിനമായ ബുധനാഴ്ച വിവിധ രചനാ മത്സരങ്ങൾ, ഗ്രൂപ്പ് ഡാൻസ്, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, മിമിക്രി, മാപ്പിളപ്പാട്ട്, നങ്ങ്യാർകൂത്ത്, ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കഥയിൽ വളർന്നവൾ ആമി, പകയിലെരിഞ്ഞവൾ നീലി, ഭരണരഥത്തെ നയിച്ചവൾ ഝാൻസി, ചിറക് വിരിച്ചു പറന്നവൾ കൽപ്പന. നാല് ദിവസം നീണ്ടുനിൽക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. കെ രാധാകൃഷ്ണൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം സ്നേഹസ്വാഗതം ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മികച്ച സേവനത്തിനുള്ള സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ പുരസ്കാരത്തിന് ജില്ലയിലെ 7 എക്സൈസ് ഉദ്യോഗസ്ഥർ അർഹരായി. എക്സലൻസ് ഇന്റലിജൻസ് വിഭാഗത്തിൽ ഇന്റലിജൻസ് എക്സൈസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ VM ജബ്ബാർ, ഡിറ്റക്ടീവ് എക്സലൻസ് വിഭാഗത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ PM പ്രവീൺ, പ്രിവന്റീവ് ഓഫീസർമാർ PB അരുൺകുമാർ, TR സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ UK അനിൽ പ്രസാദ്, A ജോസഫ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. അരിമ്പൂരിൽ ഹൈടെക് അംഗനവാടി കെട്ടിടം ഉദ്ഘാടന വേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് സർപ്രൈസ് ഒരുക്കി നാട്ടുകാരുടെ സ്നേഹം. അംഗനവാടിക്ക് കളക്ടേഴ്സ് ഡ്രീം എന്ന പേര് നൽകിയായിരുന്നു കളക്ടർക്ക് ആദരവ് നൽകിയത്. അരിമ്പൂർ അഞ്ചാങ്കല്ല് 16-ാം വാർഡിൽ 32 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹൈടെക് അങ്കണവാടിയുടെ ഉദ്ഘാടന വേദിയിൽ അങ്കണവാടിക്ക് നാട്ടുകാരിട്ട പേര് ശ്രദ്ധയിൽപ്പെട്ട കളക്ടർ ആദ്യമൊന്ന് അമ്പരന്നു. പിന്നെ നാട്ടുകാരുടെ സ്നേഹത്തിനു മുൻപിൽ മനസ്സ് നിറഞ്ഞു. TN പ്രതാപൻ MP ആയിരുന്നപ്പോൾ 32 ലക്ഷം രൂപ പുതിയ അങ്കണവാടി കെട്ടിടം പണിയാൻ അനുവദിച്ചിരുന്നു. തുടർന്ന് അങ്കണവാടിയുടെ പണികൾ 1/4 ഭാഗം പൂർത്തിയായപ്പോൾ പ്രദേശവാസി അങ്കണവാടി ഇരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കമുന്നയിക്കുകയും വിഷയം കോടതി നടപടികളിലെത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് അങ്കണവാടിയുടെ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. 2 മാസം മുൻപ് മനക്കൊടിയിൽ മറ്റൊരു അങ്കണവാടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കളക്ടറോട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ വിഷയം ധരിപ്പിച്ചു. 25 വർഷമായി സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ മാറി മാറി പല സ്ഥലത്തായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത്. കളക്ടർ ഉടനെ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വിവിധ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങി. 2 ആഴ്ച കൊണ്ട് അങ്കണവാടിയുടെ നിർമ്മാണം തുടരാനുള്ള സൗകര്യങ്ങൾ കളക്ടർ ചെയ്തു കൊടുത്തു. പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സ്നേഹ സമ്മാനം ലഭിക്കുന്നത് ആദ്യമാണെന്ന് കളക്ടർ പറഞ്ഞു. നല്ല ഒരു AC ആയിട്ടുള്ള മോഡേൺ അംഗൻവാടിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വന്നപ്പോഴാണ് വളരെ സർപ്രൈസ് ആയി പോയത്.
കളക്ടേഴ്സ് ഡ്രീം അംഗൻവാടി എന്നാണ് എല്ലാവരും ചേർന്നിട്ട് അതിന് പേരിട്ടേക്കുന്നത്. വളരെ സന്തോഷം. അതിന് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷമായിട്ടാണ് തോന്നി. നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഇടപെടാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരായിട്ട് ഇങ്ങനെ ഇടുന്നത്. പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അങ്കണവാടി കളക്ടറുടെ ഇടപെടലിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്ക് വരും തലമുറകൾക്ക് ആ നല്ല പാഠം പകർന്നു നൽകുകയാണ് ഇങ്ങനെ പേര് നൽകിയതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുൻ MP TN പ്രതാപൻ താക്കോൽദാനവും നിർവഹിച്ചു. TCV തൃശൂർ. ഈ മലയാളി മാസിക ഏർപ്പെടുത്തിയ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേതിൽ രാധാകൃഷ്ണന്റെ ദൈവം മനുഷ്യർ യന്ത്രം എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പിന്റെ കവർ പ്രകാശനം ചടങ്ങിൽ നടന്നു. K വേണു, PS ജോസഫ്, N മാധവൻകുട്ടി, KA ജോണി തുടങ്ങിയവർ സംസാരിച്ചു. മലയോര മേഖലയിലെ കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച നീളംപള്ളിയാൽ താണിക്കുണ്ട് കുഞ്ഞിന്റെ കൃഷിസ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശവാസികളായ CV ഷാജി, PP രാജൻ, PR മനോജ് തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. കാര്യാട്ടുകര മാരാർ കോൾപ്പടവിൽ സ്ഥിരമായി ബണ്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KLDC ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ EG രാജേഷ് അധ്യക്ഷത വഹിച്ചു. BJP സിറ്റി ജില്ലാ ഉപാധ്യക്ഷൻ സർജു തൊയ്ക്കാവ്, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈജൻ നമ്പനത്ത്, മാരാർ കോൾപ്പടവ് പ്രസിഡന്റ് ജനാർദ്ദൻ കാര്യാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെത്തിയ ബാബു M പാലിശ്ശേരി മികച്ച നിയമസഭാ സാമാജികനായിരുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ബാബു M പാലിശ്ശേരിയുടെ കൊരട്ടിക്കരയിലെ വീട്ടിലെത്തിയ സ്പീക്കർ നിയമസഭയുടെ അനുശോചനം അറിയിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ സ്പീക്കറെ ബാബു M പാലിശ്ശേരിയുടെ സഹോദരൻ M ബാലാജി, CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കൊല്ലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം കിണറ്റിൽ വീണു മരിച്ച സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകി. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ കഴിഞ്ഞ 13-ന് മരിച്ചത്. കിണറിന്റെ കൈവരി തകർന്നായിരുന്നു അപകടം. തൃശൂർ ഫയർ സ്റ്റേഷനിൽ നടന്ന പരിശീലനത്തിന് അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ നേതൃത്വം നൽകി. ഷോട്ടോക്കായ് കരാട്ടെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ ഡോജോ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാർലിക്കാട് നടന്ന ടൂർണമെന്റ് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം ഉദ്ഘാടനം ചെയ്തു. സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഷിജിത് റാമി, രാജൻ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിൽ 300ഓളം കുട്ടികൾ പങ്കെടുത്തു. കായിക താരങ്ങൾക്ക് കളിക്കളങ്ങൾ നൽകാത്ത ചാവക്കാട് നഗരസഭയുടെ അനാസ്ഥ ആരോപിച്ച് SDPI ചാവക്കാട് നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. വിളംബര ജാഥയുടെ അകമ്പടിയോടെയാണ് പ്രതിഷേധ പരിപാടിക്ക് തുടക്കമായത്. SDPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ മുസമിൽ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ സമർപ്പണം നടന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. വെങ്കടകം പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഹോളി ഫാമിലി മദർ സുപ്പീരിയർ സിസ്റ്റർ വത്സ ആന്റോ, KR പിയൂസ്, മരിയ ജിനി, KR പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. തിരുവില്ലാമല പട്ടിപ്പറമ്പ് അരക്കമല കോളനി മണികണ്ഠന്റെ ഭാര്യ ലതികയാണ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. ഇടുപ്പുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് രോഗം ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ചികിത്സയ്ക്കായി തിരുവനന്തപുരം RCCയിൽ എത്തിച്ചു. ഇവരുടെ ഭർത്താവ് മണികണ്ഠൻ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന
തുച്ഛമായ വരുമാനം കൊണ്ടാണ് മണികണ്ഠനും ഭാര്യ ലതികയും 7 വയസ്സുകാരിയായ മകളും അടങ്ങുന്ന കുടുംബം ഉപജീവനം കഴിച്ചിരുന്നത്. RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ലതികയ്ക്ക് ഇപ്പോൾ പരസഹായമില്ലാതെ നടക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയില്ല. മരുന്നിനും തുടർ ചികിത്സയ്ക്കും വീട്ടുചെലവുകൾക്കുമുള്ള പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നിർധന കുടുംബം. ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. തങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം. TCV ന്യൂസ്, തിരുവില്ലാമല. വെങ്കിടങ് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബൈക്ക് റാലി നടത്തി. മണലൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ റാലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജിൽസൺ തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജി റോയ്, ഫിറോസ് കാലടിയിൽ, അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡുകൾ നേതൃത്വം നൽകുകയാണെന്നാരോപിച്ച് മറ്റത്തൂരിലെ BJP പ്രവർത്തകർ ചുങ്കാലിൽ നിന്ന് അവിട്ടപ്പിള്ളിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ജയൻ, ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ, മണ്ഡലം നേതാക്കളായ KC സുനിൽകുമാർ, പ്രിയ സജീവ്, ആതിര സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കൊണ്ടാഴി പഞ്ചായത്തിൽ പാറമേൽപ്പടി പാറക്കടവിൽ സുരക്ഷിതമായി ഗായത്രി പുഴയിൽ ഇറങ്ങുന്നതിന് കുളിക്കടവ് ഒരുക്കണമെന്ന് ആവശ്യം. കഴിഞ്ഞ ദിവസം വാവുബലി തർപ്പണത്തിനെത്തിയ വയോധിക അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. വളരെ സാഹസികമായാണ് സമീപത്തെ യുവാക്കൾ രക്ഷിച്ചത്. നേരത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മരണപ്പെട്ടിരുന്നു. ചെറിയ അപകടങ്ങളും നിത്യസംഭവമാണ്. എത്രയും പെട്ടെന്ന് പാറക്കടവിൽ സുരക്ഷിതമായി പുഴയിലിറങ്ങാൻ കുളിക്കടവ് നിർമ്മിക്കണമെന്നും അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സീനിയർ അന്തർ ജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ തൃശൂർ ജില്ലാ ടീമിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. എറണാകുളത്ത് നടന്ന പുരുഷ വിഭാഗം സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാതെ 2 ഗോളുകൾക്ക് ഇടുക്കിയെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജേതാക്കളായത്. വിജയകിരീടം ചൂടി പരശുറാം എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തൃശൂർ ടീമിന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി കുര്യൻ മാത്യു, മുൻ സന്തോഷ് ട്രോഫി കോച്ച് M പീതാംബരൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സോളി സേവിയർ, റഫറീസ് അസോസിയേഷൻ പ്രസിഡന്റ് KC രഞ്ജിത്ത് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കുതിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. ഗ്രാമിന് 11,540 രൂപയും പവന് 92,320 രൂപയുമാണ് ഇന്നത്തെ വില. 97,360 രൂപയിലെത്തിയ ശേഷമാണ് സ്വർണ്ണവിലയിലെ തിരിച്ചിറക്കം. പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളും പെരിങ്ങണ്ടൂർ പീസ് ഹോമിന്റെ കുടുംബദിന വാർഷികവും ആഘോഷിച്ചു. മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. MLA സേവ്യർ ചിറ്റലപ്പള്ളി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർ മധു അമ്പലപുരം, അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കുന്നംപ്ലാക്കൽ, വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ തുടങ്ങിയവർ പങ്കെടുത്തു. 30 വർഷം നീണ്ട മികച്ച സാമൂഹിക സേവനത്തിന് സുപ്പീരിയർ സിസ്റ്റർ ആലിസ് പഴയ വീട്ടിലിനെയും മികച്ച ഭിന്നശേഷി ജീവനക്കാരിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ AC സീനയെയും ചടങ്ങിൽ ആദരിച്ചു. തിരുവനന്തപുരത്ത് സംസ്ഥാന കായികമേളയിൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് മത്സരങ്ങളാണ് ആദ്യം തുടക്കമായത്. 5 വേദികളിലായാണ് മത്സരങ്ങൾ. ഇതിനു പുറമെ ജനറൽ വിഭാഗത്തിലുള്ള ഗെയിംസ് മത്സരങ്ങൾക്കും തുടക്കമായി. ഗെയിംസിൽ ആദ്യ ജയം തൃശൂർ ജില്ലയ്ക്കായിരുന്നു. ആൺകുട്ടികളുടെ അണ്ടർ 19 ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ തൃശൂർ കൊല്ലം ജില്ലയെ തോൽപ്പിച്ചു. ദേശമംഗലം പഞ്ചായത്തിലെ ചെറുകാട് വറവട്ടൂർ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് 1 കോടി രൂപ അനുവദിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഫിഷറീസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഭരണാനുമതി നൽകി ഉത്തരവിറക്കി. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് നിർമ്മാണ ചുമതല. LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സദസ്സ് നടത്തി. UR പ്രദീപ് MLA വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം PR വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. CPM കൊണ്ടാഴി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ഗോകുലൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗം തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു.
തൃപ്രയാറിൽ നടന്ന കരാത്തെ ദോ ഗോചുകാൻ അസോസിയേഷൻ ഈസ്റ്റ് സോൺ മികച്ച കരാത്തെ വിദ്യാർത്ഥികളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സാവിത്രി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവി KKS കുട്ടി, NSS കരയോഗം സെക്രട്ടറി രതിനാഥ്, KK വിജിത എന്നിവർ സംസാരിച്ചു. ലെൻസ്ഫെഡിന്റെ ഏരിയ സമ്മേളനം ശനിയാഴ്ച മരത്താക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. MLA KK രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലെൻസ്ഫെഡ് സൗത്ത് ഏരിയ പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിൻ ആറ്റുപുറം, PV വിനോദ്, സലീൽ ഭാസ്കർ, KV വിനോദ് എന്നിവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വാർഷികം ആഘോഷിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ AR രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ജിഷ ബാബു, കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. സുനിതയെ അനാഥ മന്ദിരത്തിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്നത് സതീഷാണ്. എന്നാൽ സതീഷിനൊപ്പം സുനിതയ്ക്ക് ജീവിക്കാൻ സുമനസുകളുടെ കൈത്താങ്ങ് വേണം. മാള മേലടൂർ സ്വദേശി മേപ്പറമ്പിൽ സതീഷിന് ജീവൻ നിലനിർത്താൻ വൃക്കയും കരളും മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തണം. വൃക്കയും കരളും നൽകാൻ ഭാര്യ സുനിത തയ്യാറായി പരിശോധനകൾ പൂർത്തിയാക്കിയെങ്കിലും ശസ്ത്രക്രിയ ചെയ്യുവാനുള്ള പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. 2 ശസ്ത്രക്രിയകൾക്കും തുടർ ചികിത്സകൾക്കും 50 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തുകയാണ്. ഇനിയും വൈകിയാൽ ഇതുവരെ ചെയ്ത പരിശോധനകൾ വീണ്ടും വേണ്ടിവരുമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇവരെ സഹായിക്കാൻ നാട്ടുകാർ ചേർന്ന് ചികിത്സാ ധനസഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്യുമ്പോഴാണ് സതീഷ് അനാഥാലയത്തിൽ നിന്ന് സുനിതയെ വിവാഹം കഴിക്കുന്നത്. മേലടൂരിൽ താമസിക്കുമ്പോഴാണ് സതീഷിന് രോഗം ബാധിച്ചത്. ഇവർക്കുള്ള ചികിത്സാ ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മേലടൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, മാള. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പോക്സോ നിയമം, സ്ത്രീധന നിരോധന നിയമം എന്നീ വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര ഗേൾസ് ഹൈസ്കൂളിൽ കൌൺസിലർ KK സ്റ്റെല്ല ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അധ്യാപിക അഡ്വക്കേറ്റ് ഗീതു പ്രിൻസ്, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, വനിതാവേദി അംഗം EK രാജലക്ഷ്മി, PJ സ്റ്റിജി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, ഖദീജ പുതിയ വീട്ടിൽ, ജിനൂബ് അബ്ദുറഹ്മാൻ, റസീന ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ചിലതൊക്കെ നിയമങ്ങളാണ്. അങ്ങനെയാണ് നിയമസഭയും പാർലമെന്റൊക്കെ നടന്നു പോകുന്നത്. കുട്ടികളുടെ പാർലമെന്റ് എന്തിനാണ്? പെരിഞ്ഞനം കുറ്റിലക്കടവ് SNDP ശാഖയുടെയും പെരിഞ്ഞനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഗുരുമന്ദിരത്തിന് ശിലയിട്ടു. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റ് ചെയർമാൻ PK രവീന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. പൊന്മാനിക്കുടം ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിൽ അനസ് ഭാഗവി, യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ MK തിലകൻ, ജസ്റ്റിസ് MP പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര മണ്ഡലത്തിൽ ആശുപത്രി കെട്ടിടങ്ങൾക്ക് 141 ലക്ഷം രൂപ അനുവദിച്ചു. വള്ളത്തോർ നഗർ പഞ്ചായത്ത്, വെട്ടിക്കാട്ടിരി ഫാമിലി വെൽനസ് സെന്റർ, ചേലക്കോട് സബ് സെന്റർ എന്നിവയുടെ കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്നതിന് നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയിൽ നിന്നും ഓരോന്നിനും 55.5 ലക്ഷം രൂപ വീതം അനുവദിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. മതിലകം കുളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെയും നവീകരിച്ച VS അച്യുതാനന്ദൻ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു.
ബ്ലാങ്ങാട് ജനകീയ സംഗീത സഭ ആഭിമുഖ്യത്തിൽ ഗായകനും സംഗീത സംവിധായകനുമായ കൊച്ചിൻ ബഷീർ അനുസ്മരണം നടത്തി. പ്രസിഡന്റ് സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സംഗീത സഭാ പ്രസിഡന്റ് മുസ്തഫ, AK ഉണ്ണികൃഷ്ണൻ, ഷംല ഹാഷിം, പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 2 ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ S നായർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായി. ഡോക്ടർ PT ജോസ്, കോളേജ് പ്രിൻസിപ്പൽ രഞ്ജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഫാത്തിമത്ത് സുഹറ KN, സോന NS. ഏങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സുകൾക്ക് തുടക്കമായി. ഏങ്കക്കാട് കുന്നത്തുപറമ്പ് പരിസരത്ത് നഗരസഭാ കൌൺസിലർ ഷീല മുരളി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ദീപക് കുമാർ അധ്യക്ഷത വഹിച്ചു. PK സുബ്രഹ്മണ്യൻ, T വർഗീസ്, VP മധു എന്നിവർ സംസാരിച്ചു. ശ്രീ വീരാണിമംഗലം ക്ഷേത്രം തുലാമാസ തിരുവോണ പൂജയും ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി അജിത്, V അനിരുദ്ധൻ, യജ്ഞാചാര്യൻ ജയപ്രകാശ് തുടങ്ങിയവർ സന്നിധരായി. CPIM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസമായി നടത്തിവന്നിരുന്ന പദയാത്ര സമാപിച്ചു. ചാത്താംകുളത്ത് നടന്ന സമാപന സമ്മേളനം DCC മുൻ പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, MK ജോസ്, MA സലീം, NK കബീർ, KR രാധിക, സെഫീന അസീസ്, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,540, പവന് 92,320. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് തൂങ്ങി മരിച്ചത്. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയതായി ആക്ഷേപം. കർണങ്കോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വീതി പരിധി കൊമ്പൻ കബാലി. മലക്കപ്പാറ റൂട്ടിൽ തുടർച്ചയായി ഗതാഗതം തടസ്സപ്പെട്ടു. പ്രാദേശിക ഭരണകേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പിന്തുണ നൽകണമെന്നും സ്പീക്കർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരും. PG ഡാം നാളെ തുറക്കും. കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.